ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 9 സെന്റിൽ ഡിസൈൻ ചെയ്തെടുത്ത 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്ലാനിന്റെ വിശേഷങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ പ്ലോട്ടൊക്കെ വാങ്ങി ഒരു പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ ആ സർവീസ് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാനിന്റെ വിശേഷങ്ങളിലോട്ടൊക്കെ അടക്കാം. ഇത് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തതാണ്. സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലായി തന്നെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോവാളൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലോട്ടാണ്. ഇതാണ് സിറ്റ് ഔട്ട്. ഇത് മെയിൻ ഡോറാണ്. മെയിൻ ഡോർ നേരെ കടന്നാൽ തന്നെ നമ്മൾ സിറ്റിംഗ് റൂമിലേക്ക് എത്തി. നമ്മുടെ അതിഥികളൊക്കെ സ്വീകരിക്കുന്ന സിറ്റിംഗ് റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ സോഫയൊക്കെ യു ഷേപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് TV യൂണിറ്റ് ആണ്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വാളിലോ അല്ലെങ്കിൽ വല്ല വുഡിലോ അങ്ങനെ ഇന്റീരിയർ ആയിട്ട് എന്തിലും വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ ലാൻഡിങ്ങിന്റെ അടിയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഒരു ഗാർഡൻ ഏരിയ ആണ്. നമ്മളൊരു കോട്ടിയാടുമാരി, ചെറിയൊരു കോട്ടിയാടുമാരി ഉപയോഗിക്കാവുന്നതാണ്. മുകളിൽ ഗ്ലാസ് എന്തെങ്കിലും കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഓപ്പൺ പൂജയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ടും നമുക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ വാള് കൊടുത്തിട്ടുള്ളത് നമ്മൾ ജാളി വർക്കിലാണ്, അല്ലെങ്കിൽ ഫുഡ് ഗ്ലാസും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഏരിയ ഇനിയിപ്പോൾ ഈ ഏരിയ ഇങ്ങനെ ഒരു ഉപയോഗം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഔട്ട്സൈഡിലുള്ളൊരു ഔട്ടർ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു പാസേജ് പോലെയൊക്കെ ഇവിടെ ഒരു ഗ്ലാസ് ഡോറൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടുള്ള ഒരു പാസേജ് പോലെയൊക്കെ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷ് വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ടാണ് കൈയൊക്കെ കഴുകുന്നത്. പിന്നെ ഇതാണ് ഡൈനിങ് റൂം. അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കിച്ചണോട് ചേർത്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സിറ്റിംഗ് ആണ്. നമ്മുടെ ഡൈനിങ്ങിലൊക്കെ ഇരിക്കാനുള്ള. അപ്പോൾ രണ്ട് സൈഡിലും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഷെൽഫാണ്. അവിടെ വല്ല ബുക്ക് വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു റീഡിങ് ഏരിയ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബുക്കൊക്കെ ഒരു ലൈബ്രറി സെറ്റപ്പൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് സ്റ്റോറ്. പിന്നെ ഇത് കിച്ചണാണ്. കിച്ചൺ ഓപ്പണൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ട് തോന്നും, പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇതൊക്കെ വരുന്നത് ഒരു ഓപ്പൺ ഫീലിംഗ് കിട്ടും. പിന്നെ ഇത് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പും യൂട്ടിലിറ്റി ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂമാണ്. പിന്നെ ഡ്രസ്സിംഗ് റൂം, ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയയും പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിൻ്റെ വിശേഷങ്ങൾ. 1400 സ്ക്വയർ ഫീറ്റിൽ 9 സെൻറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണിത്. ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്രകാരം ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. പ്ലാനിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.